വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമ്മിലെ മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചർ എന്ന പേപ്പറാണ്. ഈ പേപ്പറിലെ മൊഡ്യൂൾ 1 മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ബാക്കി ഭാഗങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടാണ്, മൊഡ്യൂൾ 1 മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഒന്നാമത്തെ ഭാഗത്തിൽ മൊഡ്യൂൾ 1 ചർച്ച ചെയ്യുന്ന ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ലിറ്ററേച്ചറാണ്. സാഹിത്യത്തിൻ്റെ പ്രത്യേകതകൾ, എന്താണ് ലിറ്ററേച്ചർ, അതിൻ്റെ പ്രത്യേകതകൾ, സാഹിത്യത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ് മുതലായ കാര്യങ്ങളാണ് ഇതിലെ ഫസ്റ്റ് ഭാഗത്തിൽ വരുന്നത്. സെക്കൻഡ് ചർച്ച ചെയ്യുന്ന ക്യാനൻ ഫോർമേഷൻ, എന്താണ് ക്യാനൻ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. അതുപോലെ ഡിഫറെൻറ്റ് ലിറ്ററേച്ചർ, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, അമേരിക്കൻ ലിറ്ററേച്ചർ, ആഫ്രിക്കൻ ലിറ്ററേച്ചർ, കനേഡിയൻ ലിറ്ററേച്ചർ, അതുപോലെ കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ, അതായത് കൊളോണിയൽ പീരീഡിലുള്ള ലിറ്ററേച്ചറും പിന്നെ കൊളോണിയൽ പീരീഡിന് ശേഷമുള്ള ലിറ്ററേച്ചർ. അതുപോലെ ലാസ്റ്റ് മൊഡ്യൂൾ 1 ലാസ്റ്റ് വരുന്നത് മാർജിനലൈസേഷൻ ഇൻ ലിറ്ററേച്ചറാണ്. ലിറ്ററേച്ചറിലെ പാർശ്വവൽക്കരണം, ചില വിഭാഗങ്ങളെ സാഹിത്യത്തിൽ നിന്ന് ക്രിട്ടിക്സ് പാർശ്വവൽക്കരിക്കുന്നു, മാർജിനലൈസേഷൻ ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 വരുന്നത്. ഇനി നമുക്ക് ഇതിലെ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്ന ഭാഗം നോക്കാം. ലിറ്ററേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ലിറ്ററേച്ചർ പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ സ്വഭാവങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ അത് മറ്റു ഡിസ്കോഴ്സിൽ നിന്നും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ വെച്ചിട്ട് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ ഇല്ലെങ്കിലും ലിറ്ററേച്ചറിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് സ്വഭാവങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വെച്ചിട്ടാണ് ലിറ്ററേച്ചർ എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ഇമാജിനേറ്റീവ് റൈറ്റിംഗ് ആണ്. നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് എഴുതുന്ന ഒരു സംഭവമാണ് ലിറ്ററേച്ചർ. രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ലിറ്ററേച്ചറിൽ ലാംഗ്വേജിന്, നമ്മുടെ ഭാഷയെ ഒരു പ്രത്യേക രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്നും ചില വേരിയേഷൻസ്, ചില ഡിഫറൻസൊക്കെ ലിറ്ററേച്ചറിലുള്ള ഭാഷയ്ക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെയാണ് സാഹിത്യത്തിലൂടെ ഭാഷയും നവീകരിക്കപ്പെടും. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ സാഹിത്യത്തിലൂടെ വരുമ്പോൾ പിന്നീട് ആ ഭാഷയ്ക്കും ഒരു മാറ്റം കൊണ്ടുവരാൻ ലിറ്ററേച്ചറിന് സാധിക്കും. ഇനി മൂന്നാമത്തെ പോയിൻ്റ് നോക്കുക. പലപ്പോഴും ഇതൊരു നോൺ പ്രാഗ്മാറ്റിക് ആവും, അതുപോലെ സെൽഫ് റെഫറൻഷ്യലാവും. നോൺ പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാകും പലപ്പോഴും ലിറ്ററേച്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ലിറ്ററേച്ചറിൽ പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അത് സത്യമായിക്കൊള്ളുന്നില്ല. അതായത് ലിറ്ററേച്ചറിൽ നമ്മുടെ യുക്തിക്ക്, അതായത് റിയൽ അല്ലാത്ത കാര്യങ്ങളും ലിറ്ററേച്ചറിൽ വരും. അതുപോലെ സെൽഫ് റെഫറൻഷ്യലാവും. അതായത് ലിറ്ററേച്ചർ വായിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫിനെ ഒന്ന് അനലൈസ് ചെയ്യാനും എങ്ങനെയാണ് ഇത് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചർച്ച ചെയ്യാനും നമുക്ക് ലിറ്ററേച്ചറിലൂടെ ഒരു അവസരം ലഭിക്കും. നാലാമതായിട്ട് പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഹൈ വാല്യൂഡ് ആണ്, നോൺ ഒബ്ജക്റ്റീവ് ആണ്, അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഹൈ വാല്യൂഡ് മീൻസ് മൂല്യങ്ങൾ കാണിക്കുന്നതാണ്. നോൺ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമല്ലാത്തതാണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ വിവരിക്കുന്ന രൂപത്തിലുള്ളതാണ്. ഇത്തരത്തിലുള്ളൊരു റൈറ്റിങ്സ് ആണ് ലിറ്ററേച്ചർ എന്നാണ് നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ലിറ്ററേച്ചറിൻ്റെ പ്രത്യേകത പറയുന്നത് അത് മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥ, ഇന്ന് മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഒക്കെയാണ് ലിറ്ററേച്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് ലിറ്ററേച്ചറിൽ അവതരിപ്പിക്കുമ്പോൾ അത് എസ്തെറ്റിക് ആവും. എസ്തെറ്റിക് മീൻസ് സൗന്ദര്യാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ 5th പോയിൻ്റായിട്ട് പറയുന്നത് മനുഷ്യൻ്റെ ഇന്നത്തെ കണ്ടീഷൻ എസ്തെറ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒന്നാണ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പോയിൻ്റ് പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഐഡിയോളജിക്കൽ റൈറ്റിംഗ് ആണ്. ആദർശങ്ങളെ അല്ലെങ്കിൽ മൂല്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും 6 പോയിൻ്റാണ് ലിറ്ററേച്ചറിൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ലിറ്ററേച്ചർ എന്ന് ചോദിച്ചാൽ ഈ 6 പോയിൻ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇത്തരം കാര്യങ്ങളൊക്കെ, ഇതിനോടൊക്കെ നീതി പുലർത്തുന്ന ഒന്നിനെയാണ് നമ്മൾ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്തൊരു ഏരിയയാണ് എന്താണ് ക്യാനൻ. ക്യാനൻ എന്ന വേർഡ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഗ്രീക്കിൽ ക്യാനൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അളവിനും തൂക്കത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു റോഡ്, പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന
ഒരു റോഡ്, ഒരു കമ്പിൽ അളവ് ഉപയോഗപ്പെടുത്തി അളക്കാൻ ഉപയോഗിച്ച റോഡിനെയാണ് ഗ്രീക്ക് ഭാഷയിൽ ക്യാനൻ എന്ന വേർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതും ലിറ്ററേച്ചറും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ഈ ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മധ്യകാലഘട്ടത്തിലാണ് ക്യാനൻ എന്ന വേർഡ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. അന്ന് ഇത് ഉപയോഗിച്ചത് ക്രിസ്ത്യൻ റിലീജിയസ് ടെക്സ്റ്റിൻ്റെ ഒക്കെ ക്വാളിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വേർഡ് സാഹിത്യ മേഖലയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നീട് ഓരോ ഓതേഴ്സിൻ്റെയും വർക്കിൻ്റെ ക്വാളിറ്റിയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സാഹിത്യത്തിൽ ഇത് ഫേമസ് ആയി. ഈ വേർഡ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട് ഷേക്സ്പിയറിയൻ ക്യാനൻ, മിൽട്ടൺ ക്യാനൻ മുതലായ എക്സ്പ്രഷൻസൊക്കെ നമ്മൾ സാഹിത്യത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് അവരുടെ വർക്ക്സിൻ്റെ ക്വാളിറ്റി കാണിക്കാനാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ സാഹിത്യത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയത്. ലിറ്റററി ക്യാനൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ക്രിട്ടിക്സ്, അതുപോലെ സ്കോളേഴ്സ്, പണ്ഡിതന്മാരൊക്കെ, അതുപോലെ ടീച്ചേഴ്സൊക്കെ കോമൺ ആയിട്ട് അംഗീകരിച്ച ഈ 3 വിഭാഗം, അതായത് ക്രിട്ടിക്സ് ഉണ്ട്, സ്കോളേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഇവരൊക്കെ പൊതുവായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അതൊരു ഗ്രേറ്റ് വർക്കാണ്. അത്തരത്തിലുള്ള വർക്ക്സിനെയാണ്, കൃതികളെയാണ് നമ്മൾ ലിറ്റററി ക്യാനൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മികച്ച വർക്ക്സ് എഴുതിയ എഴുത്തുകാരെ നമ്മൾ വിളിക്കാറ് ക്യാനൻ റൈറ്റേഴ്സും എന്നാണ്. അപ്പോൾ ക്യാനൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കാലവും പ്രശസ്തി ലഭിച്ചതും അതുപോലെ ക്രിട്ടിക്സ് ചർച്ച ചെയ്യപ്പെട്ടതും കരിക്കുലത്തിലേക്ക് ഉൾപ്പെടുത്താൻ സാധ്യത കൽപ്പിക്കപ്പെട്ട വർക്ക്സൊക്കെ എഴുതിയ എഴുത്തുകാരെയാണ് നമ്മൾ ക്യാനൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കാലഘട്ടത്തിൽ ക്രിട്ടിക്സ് അവരെ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അവരുടെ വർക്ക്സ്. അതുപോലെ കരിക്കുലത്തിൽ സ്റ്റഡി മെറ്റീരിയലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താൻ അവരെ വർക്ക് ചാൻസ് ഉണ്ട്. ഇത്തരം വർക്ക്സ് എഴുതിയ എഴുത്തുകാരെ നമ്മൾ ക്യാനൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നു. അതുപോലെ ഓരോ സാഹിത്യത്തിലെയും ഓതറൈസ് ആയിട്ടുള്ള എല്ലാവരും അംഗീകരിച്ച ടെക്സ്റ്റുകളെയാണ് നമ്മൾ ലിറ്റററി ക്യാനൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട വർക്ക്സ്, അതിനെ നമ്മൾ ലിറ്റററി ക്യാനൻ ടെക്സ്റ്റ് എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്യാനൻ ഫോർമേഷനാണ്. അതായത് ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ ഒരു കൃതിയെ എങ്ങനെയാണ് ക്യാനൻ റൈറ്ററോ അല്ലെങ്കിൽ ക്യാനൻ വർക്കോ ആയിട്ട് അംഗീകരിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു വർക്ക് ക്യാനൻ ആവുന്നത് വളരെ സൈലൻ്റായിട്ട് ഒരു സോഷ്യൽ പ്രോസസ്സിലൂടെയാണ്. അതായത് ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒറ്റ ദിവസം കൊണ്ടോ ഒരാളെയോ അല്ലെങ്കിൽ ഒരു വർക്കിനെയോ ക്യാനനാക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്യാനൻ എന്നുള്ള പ്രോസസ്സ് വളരെ സൈലൻ്റായിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് എല്ലാവരാലും അംഗീകരിക്കപ്പെടുമ്പോഴാണ് അതൊരു ഫേമസ് റൈറ്റർ ആവുന്നത് അല്ലെങ്കിൽ ക്യാനൻ ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയർ, അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികൾ മുതൽ അദ്ദേഹത്തെ അനലൈസ് ചെയ്ത് ആ വർക്കിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുമ്പോഴാണ് അയാളെ ക്യാനനായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. അതാണ് ഇതിൽ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാനൻ എന്നുള്ള പ്രോസസ്സ് വളരെ കോംപ്ലക്സ് ആണ്, വളരെ സങ്കീർണമാണ്. കാരണം പല എഴുത്തുകാരും ഫേമസ് അല്ലാതെ പോകുന്ന അവരെ പാർശ്വവൽക്കരിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ജോൺ ഡൺ, അദ്ദേഹത്തിൻ്റെ ആദ്യകാല പോയംസൊക്കെ ക്രിട്ടിക്സ് ഒന്നും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹം അൺഫേമസ് ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ടി.എസ്. എലിയറ്റും അതുപോലുള്ള ന്യൂ ക്രിട്ടിക്സൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികൾ അനലൈസ് ചെയ്യുകയും അതിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയുകയും അദ്ദേഹത്തെ ഒരു ക്യാനൻ റൈറ്ററായിട്ട് അംഗീകരിക്കുകയാണ് ഉണ്ടാകുന്നത്. അതുപോലെ 20th സെഞ്ച്വറിയിലെ ഫേമസ് ക്യാനൻ റൈറ്റേഴ്സാണ് ടി.എസ്. എലിയറ്റ്, ജെയിംസ് ജോയ്സ്, അതുപോലെ വെർജീനിയ വൂൾഫൊക്കെ. അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ട് ക്യാനൻ ആയി എന്ന് ചോദിച്ചാൽ വളരെ സൈലൻ്റായിട്ട് വളരെ ഒരുപാട് സമയം എടുത്തിട്ട് ക്രിട്ടിക്സൊക്കെ ചർച്ച ചെയ്ത് ആളുകൾ വായിച്ച് അതിൽ ക്വാളിറ്റി ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ അവർ ക്യാനൻ റൈറ്റേഴ്സായിട്ട് മാറുള്ളൂ. അപ്പോൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എന്ന രീതിയിൽ കുട്ടികൾ ഇവിടെ ഒരു കാര്യം കൂടി അവരുടെ മൈൻഡിൽ വെക്കുക. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് മാർജിനലൈസേഷൻ. അപ്പോൾ ആരാണ് ഫേമസ് ആയിട്ട് ലോകം അംഗീകരിച്ച ക്രിട്ടിക്സ്, അവർക്ക് വേണമെങ്കിൽ ആരെയും ഫേമസ് ആയിട്ടുള്ള ക്യാനൻ റൈറ്റേഴ്സൊക്കെ ആക്കി മാറ്റാം. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ആഫ്രിക്കൻ റൈറ്റേഴ്സിനെയൊക്കെ വെസ്റ്റേൺ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്സ് ഒരുപാട് കാലം അംഗീകരിച്ചിരുന്നില്ല. അവരുടെ ഒരു മുൻധാരണ എന്ന് പറഞ്ഞാൽ, അവരൊരു പ്രെജുഡൈസ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കക്കാർക്ക് ഒരിക്കലും നാറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ ഇംഗ്ലീഷ് പറയാനോ എഴുതാനോ സാധിക്കില്ല എന്നായിരുന്നു.
അപ്പോൾ ഇവിടെ ഒരു മാർജിനലൈസേഷൻ്റെ ഇഷ്യൂവും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്യാനൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. വളരെ സൈലൻ്റായിട്ട് ചിലരെ ഫേമസ് ആക്കാം. അതൊക്കെ ക്രിട്ടിക്സിൻ്റെ അടുത്തും മീഡിയാസിൻ്റെ അടുത്തൊക്കെയാണ് അതുള്ളത്. അപ്പോൾ ക്യാനൻ ഫോർമേഷൻ എന്നുള്ള ഏരിയയിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇന്ത്യൻ റൈറ്റിങ്സ് ഇൻ ഇംഗ്ലീഷാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നതിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും രണ്ടാമത്തെ ആംഗ്ലോ ഇന്ത്യൻ ലിറ്ററേച്ചറും. ഇതെന്താണെന്ന് നോക്കാം. ഇന്ത്യക്കാരായിട്ടുള്ള എഴുത്തുകാർ ഇംഗ്ലീഷിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷെ അതുപോലെ ഇന്ത്യയിൽ താമസിക്കുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ചോ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ എഴുതുന്നതിനെ നമ്മൾ ആംഗ്ലോ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ രണ്ടെണ്ണം കൂടി ചേർന്നതാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്സും ആംഗ്ലോ ഇന്ത്യൻ റൈറ്റിങ്സും കൂടി ചേർന്നതാണ് ഇംഗ്ലീഷ് റൈറ്റിങ്സ് ഇൻ ഇന്ത്യ എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഇന്ത്യൻ കൾച്ചർ, അതുപോലെ ഇന്ത്യയുടെ ലാൻഡ്സ്കേപ്പ്, പീപ്പിള്, ലൈഫ് സ്റ്റൈല് ഒക്കെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ഇന്ത്യൻ റൈറ്റിങ്സ് ഇൻ ഇംഗ്ലീഷിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കൊളോണിയലൈസേഷൻ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയത്ത് ഇംഗ്ലീഷ് ഇന്ത്യയിൽ പ്രചരിക്കുകയും പല ആളുകളും അവരുടെ നേറ്റീവ് ലാംഗ്വേജിൻ്റെ കൂടെ, മദർ ടങ്ങിൻ്റെ കൂടെ ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്തു. അപ്പോൾ അതിലൊരുപാട് ആൾക്കാർ ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻസി ആവുകയും അവർ ഇംഗ്ലീഷിനെ അവരൊരു സെക്കൻഡറി ലാംഗ്വേജ് ആയിട്ട് കണക്കാക്കാനും തുടങ്ങി. ഇനി ആദ്യകാല ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ് രാജാറാം മോഹൻ റോയ്, കേശബ് ചന്ദ്ര സെൻ, കെ എം ബാനർജി, സ്വാമി വിവേകാനന്ദൻ, സ്വാമി രാം തീർത്ഥ, ഗോപാലകൃഷ്ണ ഗോഖലെ, ഗാന്ധിജി, ടാഗോർ, നെഹ്റു, അരബിന്ദോ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇവരൊക്കെയായിരുന്നു ആദ്യകാലത്തെ പ്രോസ് റൈറ്റേഴ്സ്. അതുപോലെ ഹെൻറി ഡറോസിയോ, എം എം ദത്ത്, ആരോ ദത്ത്, ടോറു ദത്ത്, മൻമോഹൻ ഘോഷ് ഇവരൊക്കെയായിരുന്നു ഇംഗ്ലീഷിൽ എഴുതിയിരുന്ന ആദ്യകാല പോയിറ്റ്സ്. അതുപോലെ ടാഗോർ, സരോജിനി നായിഡു, നിസിം ഇസീക്കൽ, കമലാദാസ് ഇവരൊക്കെ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിക്ക് ഒരുപാട് സംഭാവനകൾ കൊടുത്ത വ്യക്തികളാണ്. അതുപോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റുകളായിരുന്നു മുൽക്രാജ് ആനന്ദ്, ആർ കെ നാരായണൻ, കുഷ്വന്ത് സിംഗ്, അമിതാഭ് ഘോഷ്, സൽമാൻ റുഷ്ദി ഇവരൊക്കെ. ഇനി നമുക്കറിയാം, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്സിൽ ഡ്രമാറ്റിസ്റ്റും ഉണ്ട്, പ്ലേ റൈറ്റേഴ്സും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഗിരീഷ് കർണാട്ടും മഹേഷ് ദത്തും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റൈറ്റിങ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയാണ് ഈ ഏരിയയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കൻ ലിറ്ററേച്ചറാണ്. അമേരിക്കൻ ലിറ്ററേച്ചറും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. നാഷണലിസം, വാല്യൂസ്, സെൻസിബിലിറ്റി മുതലായ തീംസൊക്കെയാണ് അമേരിക്കൻ ലിറ്ററേച്ചറിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1493 കൊളംബസ് എഴുതിയ പ്രശസ്തമായ ലെറ്ററാണ്. അതോടുകൂടിയാണ് അമേരിക്കൻ ലിറ്ററേച്ചർ തുടങ്ങുന്നത്. പിന്നീട് നമുക്കറിയാം 1607 മുതൽ 1756 വരെ അമേരിക്കയിലെ കൊളോണിയലൈസേഷൻ ആയിരുന്നു. ഈ ഒരു കാലഘട്ടം അമേരിക്കൻ ലിറ്ററേച്ചറിന് യാതൊരു നേട്ടങ്ങളും കൊടുത്തിട്ടില്ല. അതായത് ആ കാലഘട്ടത്തിൽ അമേരിക്കൻ ലിറ്ററേച്ചർ യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല. അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ മതവും പൊളിറ്റിക്സും ആയിരുന്നു ലിറ്റററി തീംസായിട്ട് വന്നിരുന്നത്. ആ വർക്ക്സിനൊന്നും വേണ്ടത്ര ലിറ്റററി ക്വാളിറ്റീസൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ പ്രധാനമായിട്ട് വരുന്ന 2 വർക്ക്സാണ് തോമസ് പെയിൻ്റെ കോമൺ സെൻസ് എന്നുള്ളതും അതേപോലെ തോമസ് ജെഫേഴ്സൻ്റെ ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസുമായിരുന്നു. ഈ 2 കൃതികളാണ് അന്നുണ്ടായിരുന്നത്. അതുപോലെ H.W. ബ്രൗണിൻ്റെ ദ പവർ ഓഫ് സിമ്പതി ആണ് ആദ്യത്തെ അമേരിക്കൻ നോവൽ. ആദ്യകാല അമേരിക്കൻ പോയറ്റ്സ് ആയിരുന്നു തോമസ് വൈൽഡ്, ജോൺ എലിയറ്റ്, റിച്ചാർഡ് മാത്തർ, മൈക്കിൾ വിഗിൻസ് മുതലായവർ. നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്ന ആഫ്രിക്കൻ ലിറ്ററേച്ചറാണ്. ആഫ്രിക്കൻ ലിറ്ററേച്ചറിനെ നമുക്ക് 3 കാലഘട്ടമായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് പ്രീ കൊളോണിയൽ പീരീഡ്, അതായത് കൊളോണിയലൈസേഷൻ്റെ മുന്നേ. രണ്ടാമത്തെ കൊളോണിയൽ പീരീഡ്, കൊളോണിയലൈസേഷൻ്റെ കാലഘട്ടം. മൂന്നാമത്തെ പോസ്റ്റ് കൊളോണിയൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ, അതായത് കൊളോണിയലൈസേഷന് ശേഷമുള്ള ആഫ്രിക്കൻ ലിറ്ററേച്ചർ. അപ്പോൾ ഒന്നാമത്തെ ഏരിയ നോക്കാം, പ്രീ കൊളോണിയൽ പീരീഡ്. ഇത് ആഫ്രിക്കയിൽ കൊളോണിയലൈസേഷൻ, യൂറോപ്യൻസ് വരുന്നതിൻ്റെ മുന്നുള്ള കാലഘട്ടമായിരുന്നു. അന്നത്തെ ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് വാമൊഴിയിലൊക്കെ കേരളത്തിലേക്ക് ഉണ്ടായ പോലെ നാടോടി പാട്ടുകളിലൂടെയൊക്കെ ഓരോ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കൈമാറി വരുന്നതായിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ നാടോടി കഥകളായിരുന്നു. പക്ഷേ ഈ കഥകളിൽ ചില ഭാഗങ്ങളൊക്കെ അവിടുത്തെ
പ്രാദേശിക ഭാഷയിൽ രേഖപ്പെടുത്തിയെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിക് ടീച്ചിങ്സ് പ്രീ കൊളോണിയൽ ആഫ്രിക്കൻ ലിറ്ററേച്ചറിന് ഒരുപാട് സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇസ്ലാമിക് സ്ക്രിപ്റ്റുകൾ, കൃതികളൊക്കെ പ്രീ കൊളോണിയൽ ആഫ്രിക്കൻ ലിറ്ററേച്ചറിന് ഒരുപാട് സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊളോണിയൽ പീരീഡാണ്. കൊളോണിയലൈസേഷൻ ആഫ്രിക്കൻ ജനതയ്ക്ക് ഇംഗ്ലീഷുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ 1911 ജോസഫ് അഫ്രൈം രചിച്ച എത്തോപ്യ അൺബൗണ്ട് സ്റ്റഡീസ് ഇൻ റേസ് ഇമാൻസിപ്പേഷൻ ആണ് ആദ്യ ആഫ്രിക്കൻ ഇംഗ്ലീഷ് നോവൽ. അതുപോലെ 1935 പബ്ലിഷ് ചെയ്ത ദ ഗേൾ ഹൂ സേവ് നൊക്കാവൂസ് ദ ലിബറേറ്റർ ആണ് ആദ്യ ആഫ്രിക്കൻ ഇംഗ്ലീഷ് പ്ലേ. നെക്സ്റ്റ് പാർട്ട് പോസ്റ്റ് കൊളോണിയൽ ആഫ്രിക്കൻ ലിറ്ററേച്ചറാണ്. നമുക്കറിയാം 1950-60 കാലഘട്ടം ആകുമ്പോഴേക്കും മിക്കവാറും എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടി. അതോടെ ആഫ്രിക്കൻ ലിറ്ററേച്ചർ വളർച്ച നേടാൻ തുടങ്ങി. അങ്ങനെ 1986 ആഫ്രിക്കക്കാരനായ വോൾസോയിങ്കക്ക് ലിറ്ററേച്ചറിനുള്ള സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. പോസ്റ്റ് കൊളോണിയൽ ആഫ്രിക്കൻ ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ അച്ചുബി, പീറ്റർ അബ്രഹാംസ്, മുഹമ്മദ് നസീഫ് അലി, മോങ്കോ ബേട്ടി മുതലായവർ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് കനേഡിയൻ ലിറ്ററേച്ചറാണ്. കനേഡിയൻ ലിറ്ററേച്ചർ സാധാരണയായിട്ട് അറിയപ്പെടുന്നത് കാൻലിറ്റ് എന്നാണ്. കാനഡയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1867 അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന് മുൻപുള്ളതിന് നമ്മൾ കനേഡിയൻ കൊളോണിയൽ ലിറ്ററേച്ചർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട 2 എഴുത്തുകാരാണ് സൂസന്ന മോഡി ആൻഡ് കാതറിൻ പാർക്ക് ട്രെയിൽ. ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സാണ്, സഹോദരിമാരാണ്. 20-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട കനേഡിയൻ ലിറ്റററി റൈറ്റേഴ്സാണ് മാർഗരറ്റ് അറ്റ്വുഡ്, ആലീസ് മൺറോ എന്നീ എഴുത്തുകാർ. പല ക്രിട്ടിക്സും കനേഡിയൻ ലിറ്ററേച്ചറിനെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെയും അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെയും ഒരു ഭാഗമായിട്ടാണ്, ഒരു അനുബന്ധമായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് കനേഡിയൻ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രിട്ടീഷ്, ഫ്രഞ്ച്, കനേഡിയൻ സംസ്കാരങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഇന്നത്തെ കനേഡിയൻ ലിറ്ററേച്ചർ. ഈ ഏരിയ വളരെ ചെറിയൊരു ഏരിയയാണ്, ഇത്രയേ ഉള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടാണ്, മാർജിനലൈസേഷൻ ഇൻ ലിറ്ററേച്ചറിലെ സാഹിത്യത്തിലെ പാർശ്വവൽക്കരണത്തെക്കുറിച്ചാണ് നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മാർജിനലൈസേഷൻ ഇൻ ലിറ്ററേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ക്രിട്ടിക്സ് ചില പ്രത്യേക എഴുത്തുകാരുടെ അല്ലെങ്കിൽ അവരുടെ കൃതികളൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കും. അവർക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല, അവരുടെ വർക്ക്സിന് യാതൊരു ലിറ്റററി ക്വാളിറ്റീസും ഇല്ല എന്നുള്ള രീതിയിൽ അവർ പ്രചരിപ്പിക്കും. ഇതോടുകൂടി ആ എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ കൃതികളും ഫേമസ് അല്ലാതെ അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകും. വായനക്കാരൊന്നും അദ്ദേഹത്തെ ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ പല എഴുത്തുകാരെയും മാറ്റി നിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനലൈസേഷൻ ഇൻ ലിറ്ററേച്ചർ. നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, കാനൻ എന്നുള്ള ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ജോൺ ഡണ്ണിനെ കുറിച്ച്. അദ്ദേഹം ഇതുപോലെ ഫേസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകളൊക്കെ അന്നത്തെ ക്രിട്ടിക്സ് അതിന് യാതൊരു ക്വാളിറ്റീസും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു. അപ്പോൾ ജോൺ ഡൺ അന്ന് ഫേമസ് ഒന്നും ആയിരുന്നില്ല. പിന്നീട് TS എലിയട്ടും അന്ന് പുതിയതായിട്ട് വന്ന ക്രിട്ടിക്സൊക്കെ ഇത് പരിശോധിക്കുകയും അതിൻ്റെ ക്വാളിറ്റീസ് മനസ്സിലാക്കുകയും അങ്ങനെയാണ് ജോൺ ഡൺ എന്ത് ചെയ്തത്, ഫേമസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ സാഹിത്യത്തിൽ നിന്ന് ചില ആളുകളെ മാറ്റി നിർത്തുന്നതിനെയാണ് നമ്മൾ മാർജിനലൈസേഷൻ ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുക. ലിറ്ററേച്ചറിൽ നിന്ന് പ്രാന്തവൽക്കരിക്കുക, അവരെ പാർശ്വവൽക്കരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പല എഴുത്തുകാരെയും കൃതികളെയും സാഹിത്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ക്രിട്ടിക്സിനെ പ്രേരിപ്പിക്കുന്ന ഘടകം നാഷണാലിറ്റി ആവാം, അവരുടെ നാഷണാലിറ്റി ആവാം, റിലീജൺ ആവാം, ലാംഗ്വേജ് ആവാം, ജെൻഡറൊക്കെ ആവാം. അപ്പോൾ ഇതുപോലെ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ആളുകളെ മാറ്റി നിർത്തുന്നതിന്, സാഹിത്യത്തിൻ്റെ ക്വാളിറ്റി നോക്കാതെ വ്യക്തികളെ നോക്കി മാറ്റി നിർത്തുന്നതിനാണ് മാർജിനലൈസേഷൻ ഇൻ ലിറ്ററേച്ചർ എന്നുള്ളതിൽ പറയുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് മാറ്റി നിർത്താനുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് റേസിസ് ആയിരുന്നു. അതായത് കറുത്ത വംശജരെയും അവരുടെ കൃതികളെയൊക്കെ സാഹിത്യത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് മോഡേൺ ഏജിൽ ഇത് കൂടുതലായിട്ട് കാണുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്, ലിംഗവിവേചനം. അതായത് സ്ത്രീകളുടെ കൃതികളെ മാറ്റി നിർത്താനുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു 1980s. ബട്ട് ഇപ്പോൾ അതിനുശേഷമാണ് ഫെമിനിസ്റ്റ് മൂവ്മെൻ്റൊക്കെ വന്നത്. അപ്പോൾ ഇങ്ങനെ ഫെമിനിസ്റ്റ് മൂവ്മെൻ്റൊക്കെ വന്നതോടുകൂടി സ്ത്രീകൾക്കും സാഹിത്യത്തിലെ ഒരു പങ്ക് കിട്ടാൻ തുടങ്ങി. അതായത് മാർജിനലൈസേഷനെ ഒരു പരിധി വരെ തടയിടാൻ സാധിച്ചു. അപ്പോൾ ഇത്രയാണ് ഈ ഏരിയയിൽ വരുന്നത്, മാർജിനലൈസേഷൻ ഇൻ ലിറ്ററേച്ചർ എന്നുള്ള ഏരിയയിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് മൊഡ്യൂൾ ഫസ്റ്റാണ്
അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചർ എന്നുള്ള ഈ ഭാഗത്തിലെ മൊഡ്യൂൾ 1 മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇതിൻ്റെ അടുത്ത മൊഡ്യൂൾ ഈ വീക്ക് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഓൾ.